ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയോഡ്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വരും വീഡിയോകളിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following diodes is designed to operate in reverse breakdown region? Choice A LED, B Zener diode, C Schottky diode and D is tunnel diode. സോ അപ്പോൾ നമുക്കറിയാം ഡയോഡ്സ് നമുക്ക് യൂഷ്വലി ഫോർവേഡ് ബയാസിലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ഡയോഡ്സ് റിവേഴ്സ് ബയാസിൽ ഉപയോഗിക്കാറുണ്ട്. നോർമലി നമ്മൾ റിവേഴ്സ് ബയാസിൽ ഡയോഡ്സിന് ഓപ്പറേറ്റ് ചെയ്യാറില്ല. പക്ഷേ ചില സ്പെസിഫിക് ഡിസൈൻ വ്യത്യാസം ഉള്ള ഡയോഡുകളെ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്യാറ്. സോ അങ്ങനെ ഉള്ള ഒരു ഡയോഡാണ് സെനർ ഡയോഡ്. സോ ദി ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് സെനർ ഡയോഡ്. സെനർ അല്ലാതെ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഉപയോഗിക്കുന്ന വേറൊരു ഡയോഡാണ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് നമ്മൾ ഫോട്ടോ ലൈറ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ റിവേഴ്സ് ബയാസ് സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which diode is known for its fast switching speed and low forward voltage drop? Choice A Zener diode, B LED, C Schottky diode and D is varactor diode. സോ ഇതിൽ ഈ പറയുന്ന ലിസ്റ്റിൽ ഷോട്ട്കി ഡയോഡ് ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനുള്ള ഡയോഡാണ്. ഓർഡിനറി പി എൻ ജംഗ്ഷൻ ഡയോഡിനെ അപേക്ഷിച്ച് രണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയലിന് പകരം ഒരു മെറ്റലും സെമി കണ്ടക്ടറും കൂടെ ചേർന്ന ഡയോഡാണ് ഷോട്ട്കി ഡയോഡ്. അതുകൊണ്ട് തന്നെ ഷോട്ട്കി ഡയോഡിന് അതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സിലിക്കണെയും ജെർമേനിയും അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്വിച്ചിങ് സ്പീഡ് കൂടിയ ഒരു ഡയോഡ് കൂടിയാണ് ഷോട്ട്കി ഡയോഡ്. സോ ഷോട്ട്കി ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ high switching speed applications and low forward voltage drop applications. And the third question is, which diode is used in voltage regulation applications? Voltage regulation applications il ഉപയോഗിക്കുന്ന ഡയോഡ് ഏതാണ്? A Schottky diode, B Zener diode, C photo diode, D varactor diode. ഇതിൽ സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗണിലാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ദി ആൻസർ ഈസ് സെനർ ഡയോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ആപ്ലിക്കേഷൻ ഓഫ് എ ഫോട്ടോ ഡയോഡ്? ഒരു ഫോട്ടോ ഡയോഡിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്താണ്? അപ്പോൾ എന്താണ് ഫോട്ടോ ഡയോഡ്? ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡയോഡിനെയാണ് നമ്മൾ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ദി ആൻസർ ഈസ് ലൈറ്റ് ഡിറ്റക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്പെഷ്യൽ ഡയോഡ് ഈസ് യൂസ്ഡ് ടു വേരി കപ്പാസിറ്റൻസ് ഇൻ എ സർക്യൂട്ട്? സോ കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയോഡിനെയാണ് ഉപയോഗിക്കുന്നത്? സോ ഇതിൽ ആൻസേഴ്സ് തന്നിരിക്കുന്നത് ഷോട്ട്കി ഡയോഡ്, ടണൽ ഡയോഡ്, വരാക്ടർ ഡയോഡ്, സെനർ ഡയോഡാണ്. സെനർ ഡയോഡ് നമ്മൾ കണ്ടതാണ് വോൾട്ടേജ് റെഗുലേറ്ററിനാണ് ഉപയോഗിക്കുന്നത്. ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡാണ്. ഷോട്ട്കി ഡയോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെറ്റൽ സെമി കണ്ടക്ടർ ഡയോഡാണ്. ഇതിൽ വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ആ പേര് തന്നെ വരാക്ടർ എന്ന പേര് വരാനുള്ള കാര്യം വേരിയബിൾ റിയാക്ടൻസ് ഡയോഡ് അല്ലെങ്കിൽ വേരിയബിൾ കപ്പാസിറ്റൻസ് ഡയോഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഡയോഡാണ് വരാക്ടർ ഡയോഡ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് വരാക്ടർ ഡയോഡാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഫ്രീക്വൻസി ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വരാക്ടർ ഡയോഡിനെ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയോഡ് എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? സോ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഡയോഡ് എന്ന് പറയുന്നത് ടണൽ ഡയോഡാണ്. വേറെ ഒരു ഡയോഡ് ഇവിടെ ഈ ചോയ്സുകളിൽ വേറൊരു ഡയോഡും നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. സോ ടണൽ ഡയോഡാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡയോഡ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ്
നമ്മൾ ടണൽ ഡയോഡിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ തന്നെ ക്വാണ്ടം ടണലിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് ടണൽ ഡയോഡ്. എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, യൂഷ്വലി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഈ കേസിൽ ഒരു പെർട്ടിക്കുലർ കറണ്ട് ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ് എന്ന് പറയുന്നത്. So which diode is used in radio frequency applications for its low capacitance? റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ് എന്ന് പറയുന്നത് ഒരു വരാക്ടർ ഡയോഡാണ്. സോ വരാക്ടർ ഡയോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിൽ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റേഡിയോ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നത് വരാക്ടർ ഡയോഡാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്? സോ നമുക്കറിയാം, നമ്മൾ യൂഷ്വലി ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഡയോഡുകളെയോ ട്രാൻസിസ്റ്ററുകളെയോ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ സ്പീഡ് നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഹൈ ഫ്രീക്വൻസിയിൽ ഒരു സ്വിച്ചിങ് സ്പീഡ് തരാൻ ഈ പറയുന്ന ഓർഡിനറി ഡിവൈസുകൾക്കാവില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ജനറോ LED-യോ വരാക്ടർ ഡയോഡോ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യില്ല. So we are using gun diode. So gun diode is the answer. Which special diode is typically used in electronic tuning circuits? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്യൂണിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വരാക്ടർ ഡയോഡാണ്. ബിക്കോസ് വി ആർ വേരിയിങ് ദി കപ്പാസിറ്റൻസ് when a varactor diode is connected in the circuit. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മാറും. സോ അതുകൊണ്ട് ട്യൂണിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് വരാക്ടർ ഡയോഡ്. Which diode can generate microwave oscillations? So microwave oscillations അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ജനർ ഡയോഡോ LED-യോ ഷോട്ട്കിയോ നമ്മൾ ഉപയോഗിക്കില്ല. ഓസിലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൺ ഡയോഡാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.